നാളെ പവർ ടീമിന്റെ കൂടെ മത്സരിക്കാൻ പോകുന്നത് ആരാണ്? അത് പവർ ടീം തീരുമാനിക്കും. ഇവിടെ പവർ ടീം ഒരു കളി തന്നെ കളിച്ചു. ജാസ്മിനും ഗബ്രിക്കും നിരന്തരം വാണിംഗ് കൊടുത്തു ബിഗ് ബോസ്. ജാസ്മിനെ മൈക്കിട് കേട്ടാ, ഗബ്രി ഇത് മലയാളം ബിഗ് ബോസ് ആണ്. അതെ, എന്തൊക്കെയാണ് നടക്കുന്നത് മലയാളം ബിഗ് ബോസിൽ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ വലുതായിട്ടൊന്നും നടക്കുന്നില്ല. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ 3 പേർക്കും 3 ടീമിനും ഒരേ സ്കോറാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ചലഞ്ച് ടാസ്കിൽ നെക്സ്റ്റ് ഡെന്ന് ടാണല്ലേ, ഇവർക്ക് 2 പോയിന്റ് വെച്ചാൽ കിട്ടിയത്. ബിഗ് ബോസിന് ഇനി വെറുതെ ഇനി ടാസ്ക് ഒന്നും കൊടുക്കാൻ വയ്യ, വേറെ പണിയില്ലേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഡയറക്റ്റ് അങ്ങ് പവർ ടീമിനോട് ചോദിക്കാം. എല്ലാ കുറ്റവും നമുക്ക് ജെൻഡോടെ തലയിൽ കയറ്റി വെക്കാമെന്ന് ബിഗ് ബോസ് വിചാരിച്ചു. അപ്പോൾ പവർ ടീം നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ കൂടെ ആരാണ് കളിക്കുക എന്നുള്ളത്, സൂക്ഷിച്ച് തീരുമാനിക്കുക. അപ്പോൾ ജിൻഡോയും റസ്മിനും പെട്ട് ദൈവമേ ഇനി എന്ത് ചെയ്യും, ആരെ പിടിക്കാം? ഒരു കാര്യം ചെയ്യാം, ടണൽ ടീമിനെ അങ്ങ് മാറ്റി വെക്കാം. അതായത് ജാസ്മിനും ഗബ്രിയുടെയും ടീമിനെ അങ്ങ് മാറ്റാം. അവരെന്തായാലും 2 പ്രാവശ്യം ആയതല്ലേ, അത് 2 ആഴ്ച ആയതല്ലേ, നമുക്ക് ബാക്കി 2 പേരും ആരെ പിടിക്കാം? മറ്റേ നമ്മുടെ ഋഷിയും അർജുനും വേണ്ട എങ്ങാനും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ 4 പിള്ളേരുള്ളത് മതി. പിന്നെ അതിനകത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ളത് നോറ മാത്രം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ എന്തോ ഒരു ഇതാണ് അവരെത്തുന്നത് കേട്ടാ. അങ്ങനെ ടീം നെസ്റ്റിനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതായത് നമ്മുടെ നോറ, ശരണ്യ, ശ്രീതു, അപ്സര ഇവരുടെ ടീമിനെയാണ് അവർ ഡയറക്റ്റ് മത്സരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നാളെ ഈ ടീമുമായിട്ടായിരിക്കും പവർ ടീം മത്സരിക്കുന്നത്. ഇത് ആര് ജയിക്കുന്നോ അവർ അടുത്ത പവർ ടീമായിട്ട് മാറും. അപ്പോൾ എൻ്റെ ദൈവം ഇവരെന്തിനാ എടുത്തെന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. ജാൻമണി ആണെങ്കിൽ ജിൻഡു ചേട്ടാ യു ഹാവ് ടു ടെൽ മീ വൈ നോട്ട് മീ, എന്താണ് കാരണം എനിക്കറിയണം. ജിൻഡു ചേട്ടാ വേണോ? എൻ്റെ അടുത്ത് ഒന്നും പറയണം, ചതിയാണ് ജിൻഡു ചേട്ടാ, ചതിയാണ്. എൻ്റെ കൊണ്ട് എന്നെ എടുത്തില്ല, ഞാൻ എൻ്റെ പവർഫുൾ അല്ലേ. അപ്പോൾ ജിൻഡോ കാരണം പറയുന്നത് അവർ പവർഫുൾ ആണ് എന്നുള്ളതാണ് കാരണം. അതെന്താ നമ്മൾ പവർഫുൾ അല്ലേ? അങ്ങനെ 2 മണിക്കൂർ ജിൻഡോ ജാൻമണിയുടെ പുറകെയായിരുന്നു. ജാനു ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്, ഒന്ന് പറയുന്നത് ഇല്ല, എനിക്ക് കേൾക്കണ്ട, എൻ്റെ കൊണ്ട് എന്നെ എടുത്തില്ല, എനിക്ക് പവർ ടീമിൽ കയറണം എന്നുള്ള ഒരു ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ നോമിനേഷൻ വരെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയോ ജാൻമണിയോട് പറയുന്നുണ്ട്. ജാനു നമ്മൾ അടുത്ത ആഴ്ച ഇവർ നോമിനേറ്റ് ചെയ്യാൻ നോമിനേഷൻ വരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് എന്താണെന്ന് ഒന്നും പറയാത്തത്, അത് നോമിനേഷൻ പോലെയാണ് ചെയ്യുന്നത്. അതായത് നാളെ അവർ നോമിനേഷൻ ഡിസ്കസ് അല്ല, നോമിനേഷന് വരാൻ ചാൻസുകളുണ്ട്. ആ രീതിയിലാണ് നാളെ അവർ വരും, ഇവർ വരും, ഇങ്ങനെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കണം എന്നുള്ളത് കേട്ടോ. അർജുനും അതിൻ്റെ കൂടെ നോറ, ആ ജിൻഡോ ഞാൻ എൻ്റെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ടീമിനെ എടുത്തത് എന്നാണ് നോറ പറയുന്നത്. അതായിരിക്കും എന്നോട് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും കാണിക്കുന്നില്ലെന്ന് കാണിക്കാനായിരിക്കും എൻ്റെ ടീമിനെ എടുത്തത്. നോക്കാം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അർജുനും ഋഷിയും അപ്സരയുടെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെ കഴിഞ്ഞ ആൾക്കാരാന്ന് നോക്കി. ഇപ്പോൾ അപ്സരനെ ആർക്കും ഇവർക്ക് 2 പേർക്കും ഒട്ടും ഇഷ്ടമല്ല അപ്സര. അപ്പോൾ അർജുൻ പറയുന്നത് അതിൻ്റെ ഒരു പരിധി വരെ അൻസിബയും കാരണമാണ് കേട്ടോ. അത് ഇവർ 3 പേരും ഭയങ്കരമായിട്ട് ഇപ്പം ഒരു ഷെല്ലിനകത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ ടീം മൊത്തം മാറ്റണം. ടണൽ ടീമിനെ പൊളിക്കണം, ഡെന്നിനെ പൊളിക്കണം, ഈ നെസ്റ്റിനെ പൊളിക്കണം, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേറെ ടീം ഉണ്ടാക്കണം. അല്ലെങ്കിൽ പവർ റൂം മാത്രം വേണം, ബാക്കി എല്ലാവരും കൂടെ ഒരു ടീം ആവണം. അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് അവർ മിക്സ് ചെയ്തിട്ട് ഗെയിം കളിപ്പിച്ചിട്ട് അതിന് 4 പേര് പവർ ടീം ആവും. അങ്ങനെ ആക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇവർ മാത്രമാണ് ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോണത്, ഈ അൻസിബയും അർജുനും ഒക്കെ. അപ്പം അർജുൻ പറയുന്നുണ്ട്, അപ്സര നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അവളെ കാട്ടി സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടാൽ അവൾ സംസാരിച്ച് അനിയനാക്കും. അപ്പോൾ ഋഷി പിന്നെ ഞാൻ അവളുടെ അനിയനൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഋഷി പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റഡ് ആവും, പെട്ടെന്ന് തന്നെ വീണു പോവും. അപ്പോൾ ഇവിടെ ജിൻഡോയും ജാൻമണി പുറകെ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ജാസ്മിനും ഗബ്രിയും 2 കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ബിഗ് ബോസ് ജാസ്മിൻ മൈക്ക് ധരിക്കുക. അപ്പോൾ ഉടനെ ഈ പെൺകുട്ടി എന്തോന്ന് ഇത് മൈക്കും ധരിക്കുന്നില്ലേ? അത് കഴിഞ്ഞ് ഗബ്രി ഇത് മലയാളം ബിഗ് ബോസ് ആണ്, ഹിന്ദിയോ തമിഴിലോ എന്താ വർത്തമാനം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഓരോ കാര്യങ്ങളും ഇവരുടെ ലൈഫിലെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കുപ്പിനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇനി അങ്ങോട്ടുള്ളത് മറ്റേ ലവ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഗാർഡൻ ഏരിയ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലൈൻഡ്സ് ഇട്ടേക്കുകയാണ്. എന്നിട്ട് അവരവരുടെ ആദ്യ പ്രണയം പറയാനായിരിക്കും പറയുന്നത്. അപ്പം ഇവർ ആദ്യ പ്രണയങ്ങളൊക്കെ പറയും. അതാണ് ഇനി അടുത്ത ഇത് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സിജോ ഒന്നും ഇതുവരെ വന്നില്ല, ഞാൻ പറഞ്ഞില്ലേ 3-4 ദിവസം എടുക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അതുവരെ അടുത്ത ലൈവ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. അതുവരേക്കും ബൈ.